ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഫെർട്ടിലൈസറെ പറ്റിയാണ്. എല്ലാ പൂച്ചെടികൾക്കും ഉപയോഗിക്കാവുന്ന നല്ലൊരു ഫെർട്ടിലൈസർ. പക്ഷേ ഇതൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ല, കെമിക്കൽ ഫെർട്ടിലൈസറാണ്. ഇപ്പോൾ നമ്മൾ നഴ്സറിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയുള്ള ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട്, ഇലകളൊക്കെ നല്ല ഗ്രീനിഷായി, നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും. കാണാൻ തന്നെ നല്ല രസമായിരിക്കും. എന്നാൽ നഴ്സറിയിൽ നിന്ന് നമ്മൾ ചെടി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ചെടിയുടെ ആകർഷണമൊക്കെ നഷ്ടപ്പെടുന്നത് പോലെയും ഒരു അൺഹെൽത്തി ആയിട്ട് വളരുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും, നഴ്സറിയിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ എത്ര നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പോഴെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ ഫെർട്ടിലൈസർ. ഇതിൻ്റെ പേരാണ് DAP. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെയാണ്. ഇതിൻ്റെ ഡോസേജ് അധികമായി പോയാൽ ഇലയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് എത്ര ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും പറയുന്നതിന് മുമ്പ് ഈ DAP എന്താണെന്ന് നോക്കാം. DAP എന്ന് പറഞ്ഞാൽ ഡയമോണിയം ഫോസ്ഫേറ്റ്. കൃഷിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ വളമാണിത്. സസ്യങ്ങൾക്ക് ആവശ്യമായ 2 പ്രധാന പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്: ഫോസ്ഫറസും നൈട്രജനും. ഇതിൽ ഉയർന്ന രീതിയിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും നിറയെ പൂമൊട്ടുകൾ ഉണ്ടാകുന്നതിനും സഹായിക്കും. നല്ല ഹെൽത്തിയായി വളരുന്നതിനൊക്കെ ഇത് വളരെ സഹായകരമാണ്. പിന്നെ ഇതിലുള്ള നൈട്രജൻ ആരോഗ്യകരമായ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഇലകളുടെ വളർച്ചയ്ക്ക് സഹായകമാവുന്നതാണ്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് വെച്ചാൽ ഒരു ചെടിക്ക് ഒരു 3 ആഴ്ചക്കുള്ളിൽ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാവൂ. അതും ചെറിയൊരു സ്പൂൺ മാത്രം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇത് വേരിന് തൊട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ച് തള്ളി ഇട്ട് കൊടുക്കണം. ഇടുന്നതിന് മുമ്പ് മണ്ണ് നന്നായി ഇളക്കി കൊടുക്കണം. വളം ഇട്ടതിന് ശേഷം നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഫ്ലവറിങ് പ്ലാന്റിനും ഇത് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് റോസാപ്പൂവിന് വളരെ നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഡോസേജ് അധികമാകാൻ പാടില്ല. എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു വളമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.